നിങ്ങളൊരാളെ പരമാവധി താഴ്ത്തി കിട്ടിയിട്ടും അപമാനിച്ചിട്ടും അയാളെക്കുറിച്ച് കഥകൾ മെനഞ്ഞു കൂട്ടിയിട്ടും ആ വ്യക്തി തിരികെ പ്രതികരിക്കാതെ മൗനമായി ഇരിക്കുന്നത് നിങ്ങളുടെ വാക്കുകളോ പ്രവൃത്തികളോ തികച്ചും ശരിയായതുകൊണ്ടല്ല. ആ വ്യക്തിയിലെ ക്ഷമയുടെ അളവുകോലാണത്. അല്ലാതെ ആ വ്യക്തി വിഡ്ഢിയായതുകൊണ്ടോ ആ വ്യക്തിക്ക് പ്രതികരിക്കാൻ അറിയാത്തതുകൊണ്ടല്ല. വായിലെ ഒരു നാവുണ്ടെന്ന് കരുതി എന്ത് വിളിച്ചു പറയാനുള്ള ലൈസൻസുമല്ല. പറഞ്ഞ് ഒടുക്ക ആ വ്യക്തിയുടെ അഭിമാനത്തെ തന്നെ മുറിപ്പെടുത്താൻ തുടങ്ങിയുണ്ടല്ലോ. ഒരു പക്ഷേ ആ വ്യക്തിയുടെ ക്ഷമയും നശിച്ചെന്ന് വരാം. അത് തികച്ചും സ്വാഭാവികമാണല്ലോ അല്ലേ? എന്തപ്പോൾ പറയാ, അളമുട്ടിയാൽ ചേരയും കടിക്കുന്നാണല്ലോ. നമ്മുടെയൊക്കെ നാവിന് മറ്റുള്ളവരെ അഗ്നിക്കിരയാക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ മറ്റുള്ളവരെ അഗ്നിക്കിരയാക്കാൻ തുടങ്ങും മുമ്പേ ഒരു നിമിഷമെങ്കിലും ഒന്ന് ഇരുത്തി ചിന്തിക്കണതൊക്കെ ഒന്ന് നന്നായിരിക്കും കേട്ടോ. കാരണം എന്താണെന്നറിയോ, നമ്മൾ ആരിലേക്കാണ് വിഷം തുപ്പാൻ ശ്രമിക്കുന്നത്? ആ വ്യക്തി നമുക്ക് യാതൊരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്ന സത്യം. അത് തന്നെയാണ് നമുക്ക് ചിന്തിക്കാനുള്ള ഒന്നാമത്തെ കാരണം. അങ്ങനെയുള്ളപ്പോൾ അവരുടെ കണ്ണുകൾ നമ്മുടെ നാവുകൾ കാരണം കലങ്ങാൻ തുടങ്ങിയാലേ, സർവ്വതും തകർന്ന് അവരൊന്ന് തളരാൻ തുടങ്ങിയാല്, അവര് ഹൃദയം നിറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലേ, നാം വിഷം തുപ്പണ ഈ നാവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അഗ്നിക്കിരയാവാൻ അധിക നേരമൊന്നും വേണ്ടിവരില്ലെന്നേ. ഹൃദയം തകർന്നുള്ള അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ലെങ്കിൽ പിന്നെ ആരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാനാണ്? പറയുന്നവരുടെ ഒക്കെ ആയുധം നാവാണെങ്കിലേ കേൾക്കുന്നവരുടെ ആയുധം എന്താണെന്നറിയോ? അതില്ലേ, വേറെ ഒന്നുമില്ല, ക്ഷമ. ജീവിതത്തിലെ ഏറ്റവും മൂല്യമേറിയ ഒന്ന്. അതങ്ങനെ എല്ലാവർക്കും ഒന്നും കിട്ടിയെന്ന് വരില്ല. കിട്ടിയവരിൽ നിന്ന് തട്ടി മാറ്റാൻ നോക്കിയാലും അതൊന്നും നടക്കൂല. കാരണം ആ ക്ഷമ അവർക്ക് നൽകിയത് പഠിച്ച റബ്ബാണ്. ആ പഠിച്ചവനെ എതിർത്ത് നമുക്ക് അവരുടെ ക്ഷമയെ തല്ലിക്കൊഴിക്കാൻ കഴിയുമെന്ന് കരുതുന്നുവെങ്കിൽ, മനുഷ്യ, നിനക്ക് വിവേകം നഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ എത്രത്തോളം പഠിച്ചവനെ എതിർക്കാൻ ശ്രമിക്കണ്ടോ, എത്രത്തോളം പടപ്പുകളെ ക്ഷമയെ പരീക്ഷിച്ച് രസിക്കുന്നുവോ, അത്രത്തോളം നമ്മളും തളർന്നു പോവുകയേ ഉള്ളൂ. നമ്മൾ എത്രത്തോളം മറ്റുള്ളവരെ വേദനിപ്പിക്കണോ അത്രത്തോളം അവർ ക്ഷമിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഒന്ന് കരുതിയിരുന്നോളൂ. നമുക്ക് മറ്റുള്ളവരൊക്കെ വേദനിപ്പിക്കാമെങ്കിലേ പഠിച്ചവനെ നമ്മളെ വേദനിപ്പിക്കാനും പണിയൊന്നുമില്ല. Patience is the most important thing of our life.